പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെതാണ് ആറന്മുള ക്ഷേത്രത്തിലെ വിഗ്രഹം. കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് ഗീതോപദേശത്തിനിടയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപം ആണ് ഈ വിഗ്രഹം എന്നാണ് ഐതിഹ്യം. ആറന്മുള ക്ഷേത്രം നിർമ്മിച്ചതും അർജുനൻ തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. യുദ്ധകളത്തിൽ നിരായുധനായ കർണനെ വധിച്ചതിനുള്ള പാപഭാരം തീർക്കാനാണ് അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പയുടെ തീരത്താണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ത്രിമൂർത്തികളിൽ ഒരാളും പരബ്രഹ്മനായ ഭഗവാൻ മഹാവിഷ്ണുവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കേരളത്തിലെ പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ഇവിടുത്തെ വിഗ്രഹത്തിന് 6 അടിയിലധികം ഉയരമുണ്ട്. തന്റെ ഭക്തനായ അർജുനന് ഭഗവാൻ തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ആറന്മുള ക്ഷേത്രത്തിലാണ്. എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠയിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നത് ഇവിടെയാണ്. ആറന്മുള ക്ഷേത്രത്തിലെ കൊടിമരത്തിന് 160 അടി ഉയരം വരുന്നതാണ്. ഈ കൊടിമരം കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരങ്ങളിൽ ഒന്നാണ്. ചതുരാകൃതിയിലാണ് ചുറ്റമ്പലവും ശ്രീകോവിൽ വൃത്താകൃതിയിലുമാണ്. ഇത് ചെമ്പു മേഞ്ഞിരിക്കുന്നു. ശ്രീകോവിലിന്റെ പുറത്തുള്ള ചുവരും നമസ്കാര മണ്ഡപവും ചിത്രപ്പണികളാൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഗണപതി, പരമശിവൻ, ശ്രീദുർഗ, അയ്യപ്പൻ, നാഗങ്ങൾ എന്നിവരാണ്. മകരമാസത്തിലാണ് ഉത്സവം. അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ സമാപിക്കുന്ന ഉത്സവം 10 നാൾ നീണ്ടു നിൽക്കുന്നു. അഷ്ടമി രോഹിണി നാളിൽ സമൂഹ സദ്യ ഒരുക്കുന്ന 52 പള്ളിയോടങ്ങൾക്കും സമൂഹ സദ്യയിൽ പങ്കുകൊള്ളാൻ സാധിക്കും. 51 വിഭവങ്ങൾ ചേർന്നതാണ് വള്ളസദ്യ. ഇവയൊക്കെയാണ് ആറന്മുള ക്ഷേത്രത്തിലെ പ്രശസ്തമായ